ഇതാരെ സ്ഥലമാമി? ഇത് എന്തിനു വാങ്ങിച്ച അപ്പൂച്ച? മുഖത്തൊരു എല്ലാ ദിവസവും കാണുന്ന ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലൊന്നും അല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. കുഞ്ചൂസ് കഴിഞ്ഞ ദിവസം വീണിട്ടുണ്ടായിരുന്നു. ഇതെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതാണ്ട് ഈ ഫുഡ് കഴിക്കുന്ന കൈയാണ്. അതാണ്ട് വലത്തെ കൈ. ഇത് വിആറിലോ കാണിച്ചേക്ക്. എന്നാന്നറിയോ? അത് വേണ്ട വിആറല്ലോ. യെസ്. അപ്പം കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു, എങ്ങനെ ഇടത് കൈ വലത് കൈ ഇടത് കൈ വലത് കൈ. അത് മിറർ ഇമേജ് എന്ന് പറയും കേട്ടോ. അപ്പം നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ് മിറർ ഇമേജ്. ഇപ്പം സെൽഫി ക്യാം എടുക്കുമ്പോൾ ഇപ്പം നമ്മളെ കാണുന്നത് മിറർ ഇമേജ് ആണ്. ഇപ്പൊ ബാക്ക് ക്യാമിൽ എടുക്കുമ്പോഴാണ് നമ്മൾ ഒറിജിനൽ ഇമേജ് കാണുന്നത്. അപ്പം ജസ്റ്റ് ഓപ്പോസിറ്റ് ആവും. നിങ്ങൾ വീഡിയോയുടെ തുടക്കത്തിൽ ആമിയുടെ ഷോൾഡർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആശുപത്രി ചെല്ലുമ്പോൾ അത് ഇപ്പുറ സൈഡിലോട്ട് ആവുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കാർ സീറ്റും ഓപ്പോസിറ്റ്. ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലാണല്ലോ ഓപ്പോസിറ്റ് ഇപ്പൊ നിങ്ങൾ കാണുന്ന പോലെ ഇരിക്കുന്നത്. അപ്പൊ അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും മിറർ ഇമേജ് എന്താണെന്ന് കേട്ടോ. നമുക്ക് പഠിക്കാനായിട്ടുണ്ട് 10ാം ക്ലാസ് ആയിട്ട്. അപ്പൊ അതാണ് കുറച്ച് പേർക്ക് അതായത് ഡൗട്ട്. അങ്ങനെ ഡൗട്ട് ആയിട്ട് ചോദിച്ചത് ഞാൻ എന്നിട്ട് പിന്നെ മനസ്സിലായിട്ട് വിഷമത്തോട് ഇട്ടു. സോറി മിസ്. അത് കുറെ പേർക്ക് മനസ്സിലാവാത്തതുണ്ട് മിറർ ഇമേജ് എന്നാണ്. നമുക്കത് തുടക്കം തൊട്ട് വരുന്ന കമന്റ് ആണ്. കൈ മാറി കഴിക്കുന്നത്, അത് കഴിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. അത് മിറർ ഇമേജ് കാരണം നിങ്ങൾക്ക് തോന്നുന്നതാണ്. നമ്മൾ നോർമലി എല്ലാരും കഴിക്കുന്നത് ഇതാണ് കേട്ടോ. ഫുഡ് കഴിക്കുന്ന കൈ എല്ലാരും കഴിക്കുന്ന കാലത്ത് കൈ തന്നെയാണ് ഇത്. ഇപ്പൊ നിങ്ങളിത് കാണുമ്പോൾ ഇടത്ത് കൈ ആയിട്ടാണ് തോന്നുന്നതാണ്. അത് മിറർ ഇമേജ് കാരണമാണ്. അത് നമുക്ക് വേണേൽ തിരിച്ചിടാം. പക്ഷെങ്കിൽ ഇത്തിരി ഭംഗി കാണാനായിട്ട് മിറർ ഇമേജ് കാണുമ്പോഴാണ് എല്ലാവർക്കും തൃപ്തിയാവുക. നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് തൃപ്തി ആവത്തില്ലേ. അപ്പം നേരെ ഓപ്പോസിറ്റ് ഇടുമ്പോഴത്തേക്ക് നമ്മൾ വേറെ ആരും ആയിട്ട് തോന്നും ചില സമയങ്ങളിൽ. എന്നതിനാണ് ഇങ്ങോട്ട് കയറി വന്നെ? അപ്പൊ കുഞ്ഞിനെ കാണാനാണ് ഇതിനകത്തോടെയോ. അപ്പം ലച്ചൂട്ടിയും ചിറ്റാമയും വീട്ടിലാണ്. അച്ഛയും അമ്മയും അവിടെ ആശുപത്രിയിലാണ്. ഇതുവരെ ഡിസ്ചാർജ് ആയിട്ടില്ല. ഇപ്പം ഏകദേശം 10 ദിവസം ആയെന്ന് തോന്നുന്നു അല്ലെ? 10 കഴിഞ്ഞു. എന്ന് ഇപ്പം അമ്മയ്ക്ക് വേദനയുണ്ട്. വേദന എടുത്ത് കരയാറൊക്കെ ഉണ്ട് ഇപ്പം. പക്ഷെ ഇന്നിപ്പോ കരച്ചിലായിരുന്നു. വേദന എടുത്ത് ഭയങ്കര വേദന കൂടുതലാണ്. പക്ഷെ അവിടുന്ന് ആശുപത്രി ഇതുവരെ വിടാത്തതിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വിട്ടിട്ടുണ്ടെങ്കിൽ പഴുക്കുവോ എന്തൊക്കെയോ. അതെ 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 അതെ. അപ്പൊ അതാണ് കുറേ ദിവസമായിട്ട് നമ്മൾ കാണുന്നില്ലായിരുന്നു. നമ്മൾ ആശുപത്രിയിൽ പോകും, തിരികെ വരും, കടയിലോട്ട് പോകും. പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ എല്ലാം കൂടെ ആയിട്ട് നമ്മൾ നല്ല തിരക്കിലായി പോയായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരുടെ അടുത്തും ഓടി വരാനായിട്ട് സാധിക്കാഞ്ഞത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സന്തോഷ വീഡിയോ ആണ്. ഇന്ന് നമ്മുടെ സ്ഥലം ഫുള്ള് ഇപ്പൊ നമ്മുടെ സ്ഥലത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ സ്ഥലം ഇന്ന് നിങ്ങൾ എല്ലാവരെയും കാണിക്കാൻ പോവാണ്. നമ്മുടെ സ്ഥലം മൊത്തം മണ്ണൊക്കെ എടുത്ത് മൊത്തം എല്ലാം സെറ്റപ്പ് ആക്കി വീട് പണിയാനായിട്ടുള്ള രീതിയിലോട്ട് നമ്മൾ ആക്കിയിട്ടുണ്ട് നമ്മുടെ സ്ഥലം. അപ്പം ഇന്ന് കാണാൻ വേണ്ടി പോവാണ്. ഈ മണ്ണെടുത്തത് നമ്മളല്ല, ഈ സ്ഥലത്തിന്റെ ഓണർ തന്നെയാണ്. ഓണർ ആയിരുന്നു. കാരണം അഗ്രിമെന്റിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. മണ്ണെടുത്ത് നീക്കിയിട്ട് നമുക്ക് സ്ഥലം തരുവുള്ളെന്ന്. അപ്പം ഗ്രൗണ്ട് ആക്കിയേ നമുക്ക് തരുവുള്ളെന്ന്. അപ്പം ഒരു മല പോലെയൊക്കെ ആയിരുന്നു ഇരുന്നത്. അപ്പം മണ്ണെടുക്കാനുള്ള പെർമിഷനൊക്കെ ഓൾറെഡി ചേട്ടൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചേട്ടൻ തന്നെ എടുത്ത് ആ മണ്ണ് സെയിൽ ചെയ്തിട്ടാണ് നമുക്ക് തരിക. സ്ഥലം ഗ്രൗണ്ട് ആയിട്ട് വീടിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് തരുന്നത്. അപ്പൊ അങ്ങനെ ആക്കിയിട്ടുണ്ട് ഇപ്പം. അപ്പൊ നമുക്ക് നമ്മുടെ സ്ഥലമൊക്കെ ഒന്ന് കാണാം അല്ലേ? അപ്പൊ നമ്മൾ ബാക്കി വിശേഷങ്ങളിലോട്ടൊക്കെ പോകാം. അപ്പം ഇതൊക്കെയായിരുന്നു ഒത്തിരി പേർക്ക് ഭയങ്കര സന്തോഷമാവും. അതെ അതെ, നമ്മുടെ ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. തുടക്കം ഒരു അടിത്തറ ഇടാൻ പോകുന്നതിന് മുന്നേ ആ ഒരു അടിത്തറ അല്ല, അത് തന്നെ തുടക്കമാണ് എല്ലാത്തിനും സ്റ്റാർട്ടിങ്. ഇതിനകത്തൊരു വീട് ഇടുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം സ്ഥലത്തിന്റെ പേരിലും കുറച്ച് കടങ്ങളുണ്ട്. ആ കട കൂടെ വീട്ടിൽ കഴിഞ്ഞാലേ നമുക്ക് സ്ഥലത്തിന്റെ വീടിന്റെ ഓരോ ഘട്ടങ്ങളായിട്ട് നമുക്ക് തുടരാൻ പറ്റുള്ളൂ. നമ്മുടെ കയ്യിൽ വരുന്ന പൈസ അനുസരിച്ച് തറകെട്ട് അങ്ങനെയാണ് നമ്മുടെ പ്ലാനിങ്. അപ്പൊ ഈ സ്ഥലത്തിന്റേതായിട്ടുള്ള കുറച്ച് കടങ്ങളുണ്ട്. ഏകദേശം ഒരു 5 ലക്ഷം രൂപ അടുത്ത് കടങ്ങളുണ്ട് എനിക്ക് കൊടുക്കാൻ വേണ്ടിട്ട്, ഈ സ്ഥലത്തിന് വേണ്ടിയിട്ട് മേടിച്ച കടങ്ങൾ. അപ്പൊ അത് തീരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ പണി തുടങ്ങും. 1 ലക്ഷം വരുമ്പോൾ 1 ലക്ഷം രൂപയുടെ പണി ചെയ്യും. അങ്ങനെ നമുക്ക് പറ്റുന്ന പോലെ പയ്യെ തിന്ന പനിയും തിന്നെന്ന് പറയുന്നത്. നമ്മൾ പയ്യെ കടമൊന്നും ഇല്ലാതെ മാക്സിമം നമ്മൾ വീടുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. പിന്നെ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമ്മൾ ലോൺ എടുക്കും. അങ്ങനെയാണ് നമ്മുടെ ഒരു പ്ലാനിങ്. വേണ്ട. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇരിക്കും. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ സ്ഥലം കാണാം, ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. കാരണം നമ്മളെ എല്ലാവരുടെ ആഗ്രഹം പോലെ ഒരു സ്ഥലമാണ്. കാരണം അത് എടുത്തു വന്നു കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മനസ്സിൽ തൃപ്തിയായിട്ടുണ്ട്. നമുക്ക് പോയി കാണാം അല്ലേ?
എന്തെങ്കിലും പറയാം. എല്ലാരും ഇവിടെ വന്ന് മണ്ണ് എടുത്തവർ ഉൾപ്പെടെ ഇവിടെ വന്ന് ഈ സ്ഥലം ഒന്ന് കണ്ട എല്ലാരും പറഞ്ഞ അങ്ങനെയാണ്. നല്ല അടിപൊളി സ്ഥലമാണ്. എല്ലായിടത്തും ഫ്രണ്ട്ലി എന്നുള്ള ഇതാണെങ്കിൽ എല്ലാവരും ഭയങ്കര സന്തോഷമുണ്ട്. വേറെ ഒന്നും പറയുമ്പോഴേക്കും അങ്ങനെ നമ്മുടെ സ്ഥലത്ത് നമ്മൾ വന്നു കേട്ടോ. ആദ്യമായിട്ട് നമ്മുടെ സ്വന്തം സ്ഥലത്ത് നമ്മൾ വണ്ടി കയറ്റാൻ പോകണം. നമ്മുടെ വണ്ടി കയറ്റാൻ പോവാണ് കേട്ടോ. കയറി വേഗം കണ്ട് നമ്മുടെ രാജാവ്, നമ്മുടെ അപ്പൂച്ചി വണ്ടി. അങ്ങനെ അറ്റത്ത് വന്ന് ഇവിടെ വരെ ഉള്ളു കേട്ടോ. അവിടെ നിങ്ങൾ വരെ ഉണ്ട് കേട്ടോ. ഇവിടെ വരെ ഉള്ളെന്ന് പറഞ്ഞ ന്യായം സ്ഥലമുണ്ട് എൻ്റെ ഉമ്മ. ഞാൻ ഈ അറ്റം വരെ ഇപ്പൊ ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നേ. അപ്പൂസ് ഇവിടം വരെ വന്നായിരുന്നോ? അപ്പൂസ് ഇവിടം വരെ വന്നായിരുന്നോ? ഇവിടം വരെ ഞാൻ ആദ്യമായിട്ട് ഈ അറ്റം വരെ ഞാൻ ആദ്യമായിട്ട് എടുത്തിട്ട് കേട്ടോ. അന്ന് നിങ്ങൾ അറ്റം എവിടെയോ വരെ ഇങ്ങോട്ട് വന്നായിരുന്നു. അന്ന് മരമൊക്കെ ഇടായിരുന്നു ഫുൾ. നിങ്ങൾ അന്ന് കണ്ട ആ ഒരു തല്ലല്ലോ ഇപ്പം. ഇപ്പോഴത്തെ മുഖച്ചായ മാറി മണ്ണ്. ഇത് ആരെ സ്ഥലോ ആമി? ഇത് എന്തിനു വാങ്ങിച്ച അപ്പൂച്ച? വന്നിട്ട് ആദ്യത്തെ വീഴ്ചയും കഴിഞ്ഞ ആമിച്ച ഫുട്ബോൾ കളിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ആമിച്ചിന് ആദ്യത്തെ ആമിച്ച ഇതാ കണ്ണ ആമി ഇത് മേടിച്ച ആമിച്ച ഈ സ്ഥലം ഫുട്ബോൾ കളിക്കാനോ? ഇവിടെ കളിക്കാൻ ഇറ്റാച്ചി എടുത്തോണ്ട് പോയില്ല കേട്ടോ. മണ്ണ് എടുത്തിട്ട് ഇവിടെ ആയിരുന്നു കിണർ കേട്ടോ. അത് മൂടി നമ്മള് മൊത്തം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒത്തിരി നല്ലൊരു പ്ലോട്ടാണ്. ഞാൻ റോട്ടിൽ നിന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നിന്ന് കാണിച്ചു തരാം. പയ്യെ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്ഥലം. അപ്പോൾ മണ്ണെടുത്തത് അവിടുന്ന് 3 അടി കൂടെ അങ്ങോട്ടൂടെ ഉണ്ട് കേട്ടോ. അവർക്ക് അവിടെ ആ വഴി ആയതുകൊണ്ട് 3 അടി കുറച്ചാണ് എടുത്തത്. നമുക്കത് പിന്നെ നമ്മൾ വീട് പണിയും നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്താണ് നമ്മുടെ വീട് വരുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇതിന് മുമ്പത്തെ ഇതോടെ ഞാൻ ഇട്ടേക്കാം കേട്ടോ. ഇതിനകത്ത് നോക്കിയാൽ നല്ല രസമില്ലേ നമ്മുടെ സ്ഥലത്ത്. ഹിറ്റായിട്ട് നമ്മുടെ കാരം കേട്ടുണ്ട്. അതിന് തൊട്ടപ്പുറത്ത് വീട് വരുന്നത്. നല്ല ഫ്രണ്ടേജ് അല്ലേ? ഇത്തേണ്ട ആ പോസ്റ്റിന് അപ്പുറം തൊട്ടുണ്ട് കേട്ടോ വീതി. ഇതവിടെ വരെ ഉണ്ട്. ആ കുറ്റി കഴിഞ്ഞുണ്ട് വീതി കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ട്. ആ വഴിയാണ് അതിൽ വരുന്നത് കേട്ടോ. ആ വഴി അത്രയും നമുക്ക് എങ്ങനെ എടുക്കാനായിട്ട് ഇനി ഭാവിയിൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ വീട് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ചുകൂടെ മണ്ണ് ഇവിടെ റോട്ടിൽ നിന്ന് കുറച്ചുകൂടെ ഹൈറ്റ് ആക്കും. കാരണം റോട്ടിലൂടെ വരുന്ന വെള്ളമെല്ലാം സ്ഥലത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടി കുറച്ചുകൂടെ ഹൈറ്റിലായിരിക്കും നമ്മൾ വീട് പണിയുക അല്ലേ? അതെ. ഇവിടെ എല്ലാം മൊത്തം ഫാമിലിയാണ് കേട്ടോ. ഇവരെല്ലാവരും കുടുംബക്കാരാണ്. എല്ലാം നല്ല ആൾക്കാരുമാണ് കേട്ടോ. അതെ. അപ്പോൾ നമ്മുടെ കുരാരി അച്ഛൻ അവിടെ ഇരുന്ന് കാണട്ടെ, വാവച്ചി ഗൾഫിൽ ഇരുന്ന് കാണട്ടെ. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഓടി വന്ന് നിങ്ങളെ കാണിക്കാൻ. നിങ്ങളെല്ലാവരും കേട്ടോ, നമ്മുടെ ഫാമിലി എല്ലാവരും. അതുപോലെ ചിറ്റാമ്മേനെയും കൊണ്ടുപോയിട്ടില്ല ഇങ്ങോട്ട്. അതെ. ഇതിനിടയ്ക്ക് നമ്മൾ ആശുപത്രി പോവും, ഇവിടെ വന്ന് നിൽക്കും. അങ്ങനെയായിരുന്നു കേട്ടോ. ഉണ്ടോ? വാ ഇതിപ്പോ ചേട്ടത്തി അനീതിയും വരുന്ന പോലെ ഉണ്ട്. വയ്യ ഓടണേ. ഒത്തിരി നാള് കുറേ ദിവസം കൂടി നമ്മുടെ വീഡിയോ വരുന്നത്. അതെ. ഒത്തിരി പേർക്ക് കുറേ റൈഡുകൾ കാണും. എന്റെ കൈ ഓക്കെ എന്ന് വെച്ചാൽ ഓക്കെ ആവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഓക്കെ ആയി. ഇതാണ് ശരിക്കുള്ള ഇമേജ്. ഈ കൈക്കാണ് സെൽഫി എടുക്കുമ്പോ നേരെ ഓപ്പോസിറ്റ് വരെ കേട്ടോ. ഡൗട്ട് ഉള്ളവർ നോക്കിയാൽ മതി. VR11 എന്നുള്ള കയ്യിലാണ്, ടാറ്റു വരച്ച കയ്യിലാണ് അതിപ്പോ സ്റ്റിങ് എടുത്ത് മാറ്റി കേട്ടോ. ഡോക്ടർ ഇട്ടേക്കണമെന്ന് പറഞ്ഞാണ്, ഇവളെടുത്ത് മാറ്റിയാണ്. അതുകൊണ്ട് ഇവക്ക് വേദന കൂടിയ ഇവള് തന്നെ ഇനി അനുഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ട് അതെ. കാരണം കുഞ്ഞുങ്ങളെ എടുക്കുന്നത് എല്ലാം നമ്മളെല്ലാം ഒന്നിച്ച് ഹാൻഡിൽ ചെയ്യണമല്ലോ. അതെ. വാ. കൈ മാറ്റിയെങ്കിലും കൈ ചേർത്ത് പിടിച്ചായിരുന്നു നിന്നതും ചെയ്തത്. അതെ.
അപ്പൊ നമ്മൾ സ്ഥലത്തേക്ക് പോയിട്ട് വന്നു കേട്ടോ. അപ്പൊ നമ്മൾ നമ്മുടെ കടയുടെ മുന്നിലാണ്. ഇന്ന് സൺഡേ ആണല്ലോ. അപ്പം കട തുറന്നിട്ടുണ്ട്. നമുക്ക് സൺഡേയും കടയുണ്ട് കേട്ടോ, കുറച്ചുണ്ട് ഇവിടെ. അപ്പം കുറേ നാള് കൂടി ഈ ഒരാഴ്ചയായിട്ട് ഇത്തിരി ഒന്ന് മാർക്കറ്റ് ഒന്ന് കയറി വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ഒരാഴ്ചയായിട്ട് ഇത്തിരി കച്ചവടമൊക്കെ കയറി വരുന്നുണ്ട്. കഴിഞ്ഞ ഒരു 5 മാസ കാലഘട്ടമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പൊ യൂട്യൂബിൽ നിന്ന് വരുന്ന പൈസയാണല്ലോ അതിനകത്തോട്ട് കൊടുക്കും. യൂട്യൂബിൽ നമുക്ക് ഒരു 70-80 രൂപയൊക്കെ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അത് ഫുൾ എനിക്ക് കടയിലോട്ട് ഇറക്കുക. നമുക്ക് ബാക്കി ഒന്നും മുന്നോട്ട് പോകാനായിട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര ടൈറ്റിലായിരുന്നു ഈ ഒരു 5 മാസം പോയിക്കൊണ്ടിരുന്നത്. കാരണം കട എന്തായാലും റൺ ചെയ്യണം. കാരണം നമ്മൾ അത്രയും സ്വപ്നമായിട്ട് നമ്മൾ തുടങ്ങിയൊരു ഇതാണ്. അത് നമുക്ക് പാതി വഴി ഇട്ടിട്ട് പോകാൻ പറ്റുമല്ലായിരുന്നു. കാരണം അതിനപ്പുറം നമുക്ക് വരുമാനവും കാര്യങ്ങളും അതെല്ലാം നമ്മൾ സ്ഥലത്തിലോട്ടും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് പിന്നെ നമുക്ക് കട ഓടിക്കണമെങ്കിൽ വലിയ പാടായിരുന്നു സത്യം പറഞ്ഞാൽ. നല്ല പൈസ, അതായത് യൂട്യൂബിൽ നിന്ന് വരുന്ന എന്തുവാണ് പ്രൊമോഷൻ എല്ലാം വരുന്നത് നമ്മൾ ഈ കടയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് കടയിൽ സാധനം അങ്ങനെ ഇറക്കി വെച്ചു. അപ്പോൾ എന്തായാലും ഇപ്പം നമ്മൾ ഈ 2 ദിവസമായിട്ട് ഇത്തിരി കച്ചവടവും കാര്യങ്ങളും. ഇന്നലെ എനിക്ക് ഉച്ച വരെ ഗൂഗിൾ പേ ഏകദേശം 750 രൂപ കണ്ട ഉച്ചയ്ക്ക് വരെ വന്നുള്ളൂ. അപ്പൊ ഞാൻ ഓർത്തു കച്ചവടം ഒന്നും ഇല്ല, ഇന്നത്തെ ദിവസം പോയി എന്ന് വിചാരിച്ച് വൈകിട്ട് കൊച്ചിന്റെ അടപ്പ് തെറ്റിയിരിക്കുന്നത്. കാരണം അതുപോലെ കച്ചവടം ഉണ്ടായിരുന്നു ഇന്നലെ. അത് കുറെ ദിവസം കൂടിയിട്ട് കേട്ടോ. ഭയങ്കര എല്ലായിടത്തും സന്തോഷമായിരുന്നു ഇന്നലെ. ഇന്നലെ എന്തായാലും ഇന്നലെ സാറ്റർഡേ എല്ലാവർക്കും കച്ചവടം കിട്ടി. ഇനി മുന്നോട്ടും കച്ചവടം നമുക്ക് നമ്മുടെ ഈ ഒരു ഭയങ്കര ഒരു ശോകാവസ്ഥയായിരുന്നു സത്യം പറഞ്ഞാൽ. എന്ത് ചെയ്യണം ഇപ്പൊ നിങ്ങളുടെ ഒരു സഹായം ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും അമ്മയുടെ സർജറി ചെയ്യാൻ പറ്റുമല്ലായിരുന്നു നമ്മളെ കൊണ്ട്. പറ്റത്തില്ല, സത്യമായിട്ടും പറ്റത്തില്ലായിരുന്നു. പൈസയായിട്ട് സഹായിച്ചവരാണെങ്കിൽ എല്ലാവരും ഒരേപോലെ എനിക്ക് 100% ഉറപ്പായിട്ടും പറയാൻ പറ്റും. കാരണം നമ്മുടെ ഒന്നും ഇല്ലായിരുന്നു ആ ഒരു സാഹചര്യം. അത് നമ്മൾ ഉള്ളപ്പോ ഉള്ള പോലെയും ഇല്ലാത്ത പോലെയും പറഞ്ഞാണ് നമ്മൾ റിയൽ ആയിട്ട് എപ്പോഴും നിന്നിട്ടുള്ളൂ. അപ്പൊ എന്റെ എത്ര റവന്യൂ വരുന്നത് അത് കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും. കാരണം നിങ്ങൾ കാരണം ഉണ്ടാവുന്ന റവന്യൂ ആണ് അത്. ഇപ്പൊ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് അപ്പു എന്നാത്തിന് ഇത്ര ഓപ്പൺ ആയിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നത്. അത് ഓരോരുത്തർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. നിങ്ങൾ കാരണം ഉണ്ടാവുന്ന ഒരു പൈസ ആണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ പറയണം. അതുകൊണ്ടാണ് ഞാൻ ഓരോ തവണ നമ്മുടെ റവന്യൂ എത്രയാണെന്ന് പറയും. നമുക്ക് 2 ലക്ഷം കിട്ടിക്കൊണ്ടിരുന്ന സമയമുണ്ട്, 1 ലക്ഷം കിട്ടിക്കൊണ്ടിരുന്ന സമയമുണ്ട്. ഇപ്പൊ 40, 50, 30 പോയ സമയമുണ്ട്. അപ്പൊ അത് നമ്മുടെ കയ്യിലാണ്. വീഡിയോ ഇടാൻ പറ്റാത്തതിന്റെ ഒക്കെ ഉണ്ട്. അതെ അവിടെ ഇരുന്ന് എന്ത് കാണിക്കണം ആവശ്യം കടയിലുണ്ട് കേട്ടോ. യെസ്, അപ്പം നമ്മളിപ്പം കടയിലോട്ട് വന്നതാണ്. അപ്പം ഒരുപാട് നന്ദി കേട്ടോ എല്ലാവരോടും. ഒരുപാട് പറഞ്ഞാൽ തീരാതെ അത്രയും കടപ്പാടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അമ്മ സുഖം പ്രാപിച്ചു വരുന്നു. വേദനയുണ്ട്, നല്ല വേദനയുണ്ട്. സർജറി അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ സർജറി ഇതുപോലെ ചെയ്തവരെല്ലാരും ഒന്ന് കമന്റ്സ് അല്ലെങ്കിൽ എനിക്ക് ബസ്സിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 വർഷമൊക്കെ എടുത്ത് തിരിച്ച് പഴയ പോലെ ആയി വരാൻ വേണ്ടി. അപ്പൊ അവിടുന്ന് അങ്ങനെ തന്നെയാണ് എല്ലാരും പറഞ്ഞ 6 മാസം എടുക്കും പഴയ പോലെ നടക്കാനായിട്ട്, കാല് കുത്താൻ വേണ്ടി. പിന്നെ പറഞ്ഞു വന്നത് ഇപ്പോൾ ഷോപ്പില് കച്ചവടം നമ്മൾ ദൈവത്തിന്റെ ഒരു നമ്മളെ ചേർത്ത് പിടിക്കുന്നതായിട്ട് സത്യം പറഞ്ഞാൽ തോന്നി കേട്ടോ. ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ സത്യം യൂട്യൂബിൽ പോലും നമുക്ക് വീഡിയോ ഇടാൻ സാധിക്കുന്നില്ല. പ്രൊമോഷൻസ് ഒക്കെ ചെയ്യാനുണ്ട്, പക്ഷെ അതിനൊന്നും സമയവും സാഹചര്യവും ഒന്നും കിട്ടുന്നില്ല. അപ്പോഴും നമ്മൾ ദൈവം ചേർത്ത് പിടിച്ച് നിർത്തിയ പോലെ തോന്നി. കാരണം ഈ ഒരാഴ്ചത്തെ കച്ചവടവും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്കും ഇനി മുന്നോട്ടും ഇങ്ങനെ തന്നെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കണം എല്ലാവരും. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അമ്മയ്ക്ക് കണ്ടിന്യൂ ചെയ്യണം മെഡിസിനും കാര്യങ്ങളും. നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലൊന്നും അല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നല്ല മെഡിസിൻ ഇഞ്ചക്ഷനും കാര്യങ്ങൾക്കൊക്കെ നല്ല കോസ്റ്റാണ്. കാരണം അത് എല്ലിനകത്ത് കമ്പി വെച്ചിട്ട് അതിനകത്ത് മജ്ജ ഉണ്ടാവാനായിട്ടുള്ളതും അതുപോലെ തന്നെ ദശ കൂടി ചേരാനായിട്ടുള്ളതും ഒക്കെ ആയിട്ട് ഇത് ചെയ്തേക്കുന്നവർക്ക് അറിയാം. അത് നമുക്ക് ഈ സർജറിക്ക് ആയതിനേക്കാളും എത്രയോ ഇരട്ടിയാണ് മെഡിസിൻ ആകുന്നതെന്ന് പറഞ്ഞാൽ അതിന് കണക്കും ഇതൊന്നും ഇല്ല കേട്ടോ. അതുപോലെ ആവുന്നുണ്ട്. അതായത് അവിടെ ഓപ്പറേഷൻ തിയേറ്ററിന് 300 രൂപയുള്ളൂ. ബാക്കി പുറത്ത് നമ്മൾ കമ്പി വാങ്ങിച്ചു കൊടുത്തത്, മരുന്നുകളായിട്ട് വാങ്ങിച്ചു കൊടുത്തത് എല്ലാം കൂടാണ് ശരിക്കും എമൗണ്ട് ആയത്. സത്യം പറഞ്ഞാൽ ഇത് വേറെ എല്ലാ ദിവസവും ആയിക്കൊണ്ടിരിക്കുകയോ. അതെ, അപ്പൊ മുന്നോട്ട് നമുക്ക് കച്ചവടം കാര്യങ്ങളൊക്കെ വേണം. എങ്കിലാണ് നമുക്ക് മുന്നോട്ട് ഇതുപോലെ അമ്മയെ എണീറ്റ് നടത്തിപ്പിക്കാനായിട്ടുള്ള രീതിയിലോട്ട് നമുക്ക് കൊണ്ടുവരാം. കാരണം അമ്മ അത്രയും പെയിനിലാണ്. അപ്പം ഇപ്പൊ പാരസെറ്റമോളൊക്കെ ട്രിപ്പൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നുണ്ട്. ഫിസിയോതെറാപ്പി ഇവിടെ വന്നാലും ഫിസിയോതെറാപ്പി കണ്ടിന്യൂ ചെയ്യണം. പിന്നെ നമ്മുടെ സ്ഥലത്തിന്റെ പരിപാടികളും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. വീട് പണിയുടെ ഒക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നു. അതൊക്കെ പയ്യേ ഉള്ളൂ, നിങ്ങളോട് പറഞ്ഞല്ലോ. അപ്പം എല്ലാവർക്കും സ്ഥലം കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ വേണം. ഇന്നും എന്റെ പേരിലോട്ട് ആയിട്ടില്ല കേട്ടോ, സ്ഥലം ഇതുവരെ ആയിട്ടില്ല. ഈ ഒരു ബുധനാഴ്ച സ്ഥലം കറക്റ്റായിട്ട് അളന്ന് കഴിഞ്ഞിട്ട് മണ്ണെടുത്ത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഞാൻ പറഞ്ഞല്ലോ, പുള്ളിക്കാരനാണ് മണ്ണെടുത്ത് വെക്കുന്നത്. അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ അളന്ന് തരും. അത് കഴിഞ്ഞിട്ട് ആധാരമാവുള്ളൂ. അപ്പം കുറച്ച് പൈസ കൂടി കൊടുക്കാനുണ്ട്. അപ്പൊ അതുകൂടെ കൊടുത്ത് കംപ്ലീറ്റ് ആയാലേ നമ്മൾ പേരിലോട്ട് ആവത്തുള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ സ്വന്തം സ്ഥലം തന്നെ ആയി. കാരണം അത് എല്ലാ രീതിയിലും വേറെ ആർക്കും ഇനി പുള്ളിക്ക് സെയിലൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു സമയം പറഞ്ഞിട്ടുണ്ട്. ആ എമൗണ്ട് കൂടെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും കൂട്ടർക്കും ആ ഒരു സമയം വേണമായിരുന്നു. ചേട്ടനും വേണമായിരുന്നു. മാറ്റേണ്ടതും വേറെ കുറെ കാര്യങ്ങളുണ്ട്. അതെ. അപ്പൊ അതുകൊണ്ട് രണ്ടുപേർക്കും
രണ്ടുപേരും ഇതില് നല്ല ഭംഗിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ലൈഫിലെ വലിയൊരു അച്ചീവ്മെന്റിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അച്ചീവ്മെന്റ് ഈ ഒരു സൈഡിൽ നിൽക്കുന്നത്. അത് നമ്മുടെ ഷോപ്പ്. അപ്പം ഷോപ്പ് കഴിഞ്ഞ് നമുക്കൊരു വീട് എന്നുള്ളതിനേക്കാളും ഒരു സ്ഥലം വാങ്ങിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യം. അതൊരു സമയം വേണം. ഒരു സമയത്തിന് സത്യം പറഞ്ഞാൽ കുറെ അച്ഛന് ഞങ്ങൾ എഴുതിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഇരുന്നായിരുന്നു. പൈസ പതിക്കുന്നത്. അപ്പം അച്ഛന് സമയം നോക്കിയ സമയത്ത് ശരിയല്ലായിരുന്നു സമയം. ഡിസംബർ കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി നമ്മൾ നോക്കിച്ചെടുത്തെന്ന് പറഞ്ഞു. ജനുവരി ഫെബ്രുവരി കഴിഞ്ഞിട്ട് എഴുതാൻ മതി പറഞ്ഞു. പക്ഷെ അത് വരെ നീണ്ടു. എനിക്ക് തോന്നുന്നു അന്ന് എഴുതുമായിരുന്നെങ്കിൽ സമയം കുറച്ചുകൂടെ നല്ലതായിരുന്നു. ഇപ്പോഴാണ് സമയം നല്ല മോശം. അച്ചാച്ചന് ഇപ്പൊ സമയത്തിന് തന്നില്ല. പക്ഷെ അമ്മയ്ക്ക് അമ്മയുടെ സമയം അത്ര നല്ലതല്ല. പിന്നെ ഞങ്ങളുടെ നോക്കാനായിട്ടൊക്കെ നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അതിന്റേതായിട്ടുള്ള എഫക്ട് കാര്യങ്ങളും ബാധിക്കും. അപ്പൊ ഒരാളുടെ സമയം മോശമാണെങ്കിൽ എല്ലാവരുടെയും സമയം മോശമാണ് ഓട്ടോമാറ്റിക്കലി. അപ്പം നമ്മ ഇപ്പൊ ഒരു സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളത് എല്ലാവരും അതിനകത്ത് നമ്മളെല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ്. അതിൽ നിന്ന് എല്ലാവരും ഓവർകം ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അതൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പം നിങ്ങളെ സ്ഥലം കാണിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു, കാണിച്ചു. ഇനിയിപ്പോൾ എഴുതുന്ന സമയത്തൊക്കെ നമുക്ക് കാണാം. നമ്മുടെ വെയിലായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി അതിനകത്തുള്ള പരിപാടീസൊക്കെ തുടങ്ങാം കേട്ടോ. അപ്പോൾ കടയിൽ ആള് വന്നിട്ടുണ്ട്. ആമി അവിടെ കിടന്ന് ഓടുന്നുണ്ട്. ഇനി അങ്ങോട്ട് പോക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ കേട്ടോ. ഞാൻ അതോട്ട് പോട്ടെ. യെസ്.